ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ഒരേപോലെ വിജയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എല്ലാ മണ്ഡലത്തിലും ബൂത്ത് വാർഡ് കമ്മിറ്റികൾ എല്ലാം പുനരുജ്ജീവിപ്പിച്ച് അതിന് പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തി പോഷക സംഘടനകൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ ഗൃഹസമ്പർക്ക ക്യാമ്പയിനുകൾ പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കുടുംബ സംഗമങ്ങൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുകയാണ് കോൺഗ്രസ്. ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്ന ആ സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വലിയൊരു യാത്ര കോൺഗ്രസ് അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഒരു കേരള യാത്ര കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തിയ മാതൃകയിൽ കേരളത്തിൽ വലിയ ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്ലാൻ ചെയ്യുന്നത്. ആ യാത്ര കൂടി നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 100-ലധികം സീറ്റുമായി ഭരണം പിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്.